പ്രേക്ഷകർക്ക് മാസ്റ്റർ ഓഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൃദയം ഉരുകുമ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആ വ്യക്തിയാണ് നമ്മുടെ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ റോസാപുഷ്പം പൈലായ സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം. മനസ്സ് ഉരുകുന്നുണ്ട് ആ വ്യക്തിയുടെ. എന്തെന്നില്ലാത്ത രീതിയിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വിഷമമായി മാറുന്നുണ്ട്. എന്തു വന്നാലും പ്രതിസന്ധികൾ ഒഴിഞ്ഞു മാറുന്നില്ല. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി ബാധിക്കുമ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്കൊപ്പമാണ്. തൻ്റെ വേദനകൾ എല്ലാം ആ വ്യക്തി മറക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത് നിങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ആ വ്യക്തി എന്നും എപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങളല്ലാതെ ഒരാളെ സ്വീകരിക്കാനോ നിങ്ങളല്ലാതെ മറ്റെന്തിനെക്കുറിച്ച് പറയാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ആ വ്യക്തി സ്വീകരിക്കുന്നത്. ഹൃദയത്തിൽ അത്രത്തോളം ആഴത്തിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണത്. ഒരുപാട് വേദനകൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്കുണ്ടായി. ഒരുപാട് ദുഃഖങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്കുണ്ടായി. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ, അതൊന്നും പറയാതെ നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് നിൽക്കുകയാണ്. നിങ്ങളെ വേദനിപ്പിക്കേണ്ട ഒരു ദുഃഖവും നിങ്ങളെ അറിയിക്കേണ്ട. തൻ്റെ ദുഃഖങ്ങളെന്നും തൻ്റെ ദുഃഖങ്ങളായിരുന്നു കൊള്ളട്ടെ. തനിക്ക് ദുഃഖമുള്ളത് കൊണ്ട് താൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് വേദനിക്കേണ്ട എന്ന് കരുതിയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അത്രത്തോളം നിങ്ങളെ ഒരു വേദനയും അറിയിക്കാതെയും ഒരു പ്രശ്നങ്ങൾ അറിയിക്കാതെയും ഇരിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സും അങ്ങനെയാണ്. പ്രണയാർദ്രമായൊരു ഹൃദയമാണ്. ഒന്നാമത്തെ പൈല് റോസാപുഷ്പമാണ്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം, പ്രണയിച്ച് മുന്നോട്ട് പോകുന്നു. പ്രണയം അത്ര തീക്ഷ്ണമായിട്ട് നിൽക്കുന്നു. പ്രണയിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രണയിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയാത്ത അവസ്ഥയിൽ ആ വ്യക്തി നിൽക്കുകയാണ്. പ്രണയം ആ വ്യക്തിയെ സംബന്ധിച്ച് അത്രത്തോളം സീരിയസ് ആയ ഒരു കാര്യവുമാണ്. പ്രണയിക്കാതിരിക്കാനായിട്ട് ആ വ്യക്തി എത്ര ശ്രമിച്ചാലും ആ വ്യക്തിക്ക് സാധിക്കുകയുമില്ല. അത്രത്തോളം തീക്ഷ്ണമായ പ്രണയമാണ് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിക്കുള്ളത്. അതായിട്ട് രണ്ടാമത്തെ പൈല് സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം. ആർക്കും ഇതുവരെ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്പമെങ്കിലും നിങ്ങളാണ് മനസ്സിലാക്കിയത്. ആ നന്ദി ആ വ്യക്തി നിങ്ങളോട് സ്ഥിരമായി കാണിക്കുന്നുണ്ട്. തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ ആ വ്യക്തിയെ അവഗണിച്ചിട്ടേ ഉള്ളൂ. മറ്റുള്ളവർ ആ വ്യക്തിക്ക് യാതൊരു പരിഗണനയും നൽകിയില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നൽകിയൊരു പരിഗണന ഇന്നും ആ വ്യക്തി കാത്തു സൂക്ഷിക്കുകയാണ്. ജീവിതത്തിൽ താൻ സ്വയം അവഗണിക്കപ്പെട്ടില്ലാതാകുമ്പോഴും അതിനെക്കുറിച്ചല്ല ആ വ്യക്തി ചിന്തിക്കുന്നത്. തൻ്റെ വ്യക്തിക്ക് താനുമായി ചേർന്ന് നിന്നാൽ പോലും ഒരു അപകടം ഉണ്ടാകരുത്. അതിനുവേണ്ടി തൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിമറിക്കാൻ ആ വ്യക്തി തയ്യാറാണ്. നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ചേർന്ന് നിന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും നഷ്ടം നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വ്യക്തി പാടുപെടുകയാണ്. തൻ്റെ ഇഷ്ടങ്ങൾക്ക് അവധി നൽകിക്കൊണ്ട് തൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി അകന്നു നിൽക്കണമെങ്കിൽ അകന്നു നിൽക്കാം. എങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തൻ്റെ ജീവിതം മുഴുവനും അതിനുവേണ്ടി നൽകിക്കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാനും ആ വ്യക്തി തയ്യാറാണ്. ആർക്കും ആ വ്യക്തി ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും ആ വ്യക്തി മോശക്കാരിയാണെന്ന് പറഞ്ഞ് അവഗണിക്കുമ്പോഴും നിങ്ങൾക്കറിയാം ആ വ്യക്തി എന്താണെന്ന്. ആ വ്യക്തി നൽകിയ പിന്തുണ, ആത്മവിശ്വാസം അത് നിങ്ങളെ എത്രത്തോളം
ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ട്. നിങ്ങളെ സഹായിച്ചതിൻ്റെ പേരിലോ നിങ്ങളെ സംരക്ഷിച്ചതിൻ്റെ പേരിലോ നിങ്ങൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കുന്നതിൻ്റെ പേരിലോ ഒന്നും ആവശ്യപ്പെടാതെയാണ് ആ വ്യക്തി നിലകൊള്ളുന്നത്. ആ വ്യക്തിക്കൊന്നും വേണ്ട, ആ വ്യക്തി ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. ജീവിതത്തിൽ എല്ലാ നഷ്ടങ്ങളും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ തകരാതെ മുന്നോട്ട് പോകുന്ന ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ മനസ്സ് ഇടറുന്നില്ല. നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു അടിസ്ഥാന ബാധ്യതയാണെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട്. നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു നാണക്കേടോ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അതിനെക്കുറിച്ചൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല. മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. സ്വന്തം നിലനിൽപ്പ് പരിഗണിക്കാതെ നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ആ വ്യക്തി എപ്പോഴും ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.